ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. വിനോദ് സാറാണ്. നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റി CS1443 എന്ന കോഴ്സ് കോഡിൽ ഉള്ള കോഴ്സ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂള് ഞാനും ലാസ്റ്റ് മൊഡ്യൂൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഭാഗം ഗായത്രി മിസ്സും എടുക്കുന്നതായിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റിയുടെ സിലബസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു ആവർത്തി വായിച്ച് നോക്കുക. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ബേസിക്കലി എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസ് എന്തെല്ലാം, ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആകുന്ന കമ്പ്യൂട്ടേഴ്സിൽ ആവശ്യം വേണ്ടുന്ന ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്തെല്ലാം തരത്തിലുള്ള കണക്ഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നത്, കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടുന്ന ട്രാൻസ്മിഷൻ മീഡിയ പലതരമുണ്ട്, ഗൈഡഡ്, അൺഗൈഡഡ്. അതുപോലെ തന്നെ സ്വിച്ചിങ് ടെക്നീക്സ് എന്നറിയപ്പെടുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷനിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ സമഗ്രമായ ഫണ്ടമെൻ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. So we are going to start with what basically data communication is. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും അതിൻ്റെ ഡെഫിനേഷനിലേക്ക് കടക്കാം. Data communications are the exchange of data between two devices via some form of transmission media such as a wire cable. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡാറ്റ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ള മീനിങ് ആണുള്ളത്. ഡാറ്റ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഡിവൈസസ് തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെയർ വിൽ ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ദീസ് ഡിവൈസസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് വിൽ ബി ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയ. ദാറ്റ് ട്രാൻസ്മിഷൻ മീഡിയ മേ ബി ഗൈഡഡ് ഓർ അൺഗൈഡഡ്. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് ഒരു ലിങ്കാണ്, ഒരു ചാനലാണ് ത്രൂ വിച്ച് ദിസ് ഡാറ്റ ഹാസ് ടു ട്രാവൽ. ഈ ചാനൽ എന്ന് പറയുന്നത് ഗൈഡഡ് ആകാം. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമുക്ക് കാണാവുന്നതും ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള മീഡിയം. ഉദാഹരണത്തിന് കോപ്പർ വയർ, ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയതെല്ലാം നമുക്ക് കാണാൻ കഴിയും, കേബിൾസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വയർലെസ് ആയിട്ട് ഡാറ്റയെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. ബ്ലൂടൂത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വൈഫൈ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവ്, റേഡിയോ വേവ്, ടെലിവിഷൻ വേവ്സ് തുടങ്ങിയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡാറ്റയെ കൊണ്ടുപോകും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയ ഉപയോഗിച്ചാണ് ഡാറ്റ എക്സ്ചേഞ്ച് പോസിബിൾ ആകുന്നത്. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഒരു വയർ കേബിളാണ്. ക്ലിയർ? സോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസിക്കലി ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ് via means through some form of communication medium or transmission medium such as a wire cable. ഇനി രണ്ട് ഡിവൈസസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡിവൈസസ് മേ ബി ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്. രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ നടക്കുന്നത് ഡാറ്റ എക്സ്ചേഞ്ച്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു മൊബൈൽ ഡിവൈസും തമ്മിൽ നടത്തുന്നതും രണ്ട് ഡിവൈസസ് ആണ്, ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ്. രണ്ട് മൊബൈൽ ഫോൺസ് തമ്മിൽ നടത്തുന്നതും ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ ഡിവൈസ് ക്യാൻ ബി എനി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. എ കമ്പ്യൂട്ടർ ഓർ എ മൊബൈൽ ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസ് ക്യാൻ ഫോം എ ഡിവൈസ്. Now, what are the basic essentials of data communication? രണ്ട് ഡിവൈസസ് തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ എന്തൊക്കെയാണ് ബേസിക്കലി വേണ്ടുന്നത്? For data communication to occur, the communicating devices must be part of a communication system. ഒരു പ്രോപ്പറായിട്ടുള്ള അറേഞ്ച് ചെയ്യപ്പെട്ട ചിട്ടയോടുകൂടി ഒരുക്കപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സുഗമമായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകുന്നത്.
So there should exist a proper communication system facility in which these two devices must be present. നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഡിവൈസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസസോ തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസസ് കമ്പോണൻസ് ആണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, അതിൽ ഹാർഡ്വെയർ ആണ് പ്രധാനമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത്, സോഫ്റ്റ്വെയറും അതിനകത്തുണ്ട്. സോ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഈച്ച് ഡിവൈസ് ടു എക്സിക്യൂട്ട് ദിസ് പ്രോപ്പർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാനൊക്കും. Understood? So both communication devices which take place in data communication must be a part of a communication system in which these devices are having hardware and software. രണ്ടും തമ്മിൽ ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഒരു ഡിവൈസിൽ നിന്ന് ഡാറ്റ പുറത്തേക്ക് വരൂ. ഹാർഡ്വെയറും വേണം, സോഫ്റ്റ്വെയറും വേണം ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റയെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സിഗ്നലാക്കി മാറ്റാൻ. റിസീവ് ചെയ്യുന്ന സമയത്ത് സിഗ്നലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഫോമിലേക്ക് മാറ്റണമെങ്കിലും അവിടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വേണം. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു ശൃംഖല രാജ്യത്തോ ലോകത്തോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുക. ഡിവൈസസ് എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കും, എങ്ങനെ ട്രാവൽ ചെയ്യും ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത്, അത് രണ്ട് രാജ്യങ്ങളായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്ത് എങ്ങനെ പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തും, ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ലാബിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് 50ാമത്തെ കമ്പ്യൂട്ടറിലേക്കാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിലും ലാബിലും അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. Now, what are the different types of data exchanged during a data communication process? ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള ഡാറ്റയാണ് ഈ ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും മൊബൈലും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ദ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ടുഡേ കംസ് ഇൻ ഡിഫറെൻ്റ് ഫോംസ്. പല ഫോമിലുള്ള ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ്സ്, സെൻറ്റൻസസ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിൽ എഴുതപ്പെട്ട സെൻറ്റൻസസോ വേർഡ്സിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ് എക്സ്ചേഞ്ചിന് ചെയ്യാനൊക്കും. ഇമേജസ്, നിങ്ങൾക്കറിയാം, പിക്ചേഴ്സ് നിങ്ങൾ യഥേഷ്ടം മൊബൈൽ ടു മൊബൈലിലോ കമ്പ്യൂട്ടർ ടു മൊബൈലിലോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇമേജസ് നിങ്ങൾക്ക് ഡാറ്റയുടെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓഡിയോ, വോയിസ് ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. വീഡിയോ ക്ലിപ്സ്. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് 5 പ്രധാനപ്പെട്ട തരത്തിലുള്ള ഡാറ്റയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ എ ടു കമ്പ്യൂട്ടർ ബിയിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയിൽ നിന്ന് ടെക്സ്റ്റോ നമ്പറുകളോ ഇമേജോ ഓഡിയോയോ വീഡിയോയോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായ്മയോടുകൂടിയോ അല്ലെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്തോ ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ച് നടക്കും. നൗ, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? എന്തെല്ലാം കമ്പോണൻസുകളാണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ളത്? എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 5 മേജർ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് കണ്ടു, എന്താണ് ബേസിക് എസെൻഷ്യൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ട കേസിലെന്ന് കണ്ടു, എന്തെല്ലാം തരത്തിലുള്ള ഡാറ്റയാണ് എക്സ്ചേഞ്ച് ചെയ്യാവുന്നത് എന്ന് നമ്മൾ കണ്ടു. 4ാമതായിട്ട്, what are the components of a data communication system which facilitates this exchange or this communication? 1. Message. 2. Sender. 3. Receiver. 4. Transmission media. 5. Protocol. 5 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടായിരിക്കേണ്ടത്. ജസ്റ്റ് സീ ദിസ് ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ് ഒരു ബ്ലോക്കായിട്ട് സെൻറ്ററിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ റിസീവറിനെ സിംബോളിക്കായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെൻറ്ററും റിസീവറും ആരാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇനി റെഡ് കളറിൽ മീഡിയം എന്ന് കാണിച്ചിരിക്കുന്നു. അത് സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുക. വയേർഡ് ആകാം, വയർലെസ് ആകാം. ഓക്കെ, ഇതിപ്പോൾ വയേർഡിന് എക്സാമ്പിൾ കാണിച്ചിരിക്കുക. ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ആണ് ഡാറ്റ പോകുന്നത് എന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്നു.
ഇനി ആ റെഡ് കളേർഡ് ട്രാൻസ്മിഷൻ മീഡിയ അഥവാ ട്രാൻസ്മിഷൻ ലിങ്കിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറിൽ മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിനെ കാണിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സെൻറ്ററിൽ നിന്ന് മെസ്സേജസ് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ടാണ് റിസീവറിലേക്ക് എത്തുന്നത്. ഇനി നിങ്ങൾ സെൻറ്ററിൻ്റെ മുകളിലും റിസീവറിൻ്റെ മുകളിലും ബ്ലൂ കളേർഡിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രോട്ടോക്കോൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് റൂൾസ് ആണ്. റൂൾസ് ദാറ്റ് ഗവേൺ ദ കമ്മ്യൂണിക്കേഷൻ. ഈ സെൻറ്റർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അഥവാ ഡിവൈസിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അത് പ്രോഗ്രാംസ് എന്നും വേണമെങ്കിൽ പറയാം. റൂൾസ് ഇൻ ദ ഫോം ഓഫ് പ്രോഗ്രാംസ്. അത് എംബഡ് ചെയ്ത പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആകാം. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകളോ ആകാം. കമ്പ്യൂട്ടറിൽ ഡിവൈസസ് മൊബൈൽ പോലെ ആണെങ്കിൽ അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്ന എംബഡഡ് പ്രോഗ്രാംസ് ആകാം. ഈ പ്രോഗ്രാംസിനകത്തെല്ലാം ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു റൂളല്ല, റൂൾ 1, റൂൾ 2 എക്സെട്ര റൂൾ N എന്ന അനവധി റൂൾസുകളുടെ സമഗ്രമായിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ തന്നെ റിട്ടൺ പ്രോഗ്രാം എവിടെ കാണും? സെൻറ്ററിലും റിസീവറിലും കാണാം. അതാണ് വിച്ച് ഗവേൺസ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കമ്പോണൻസ് കാണാം. ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് മെസ്സേജ്. നിങ്ങൾ കണ്ടല്ലോ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മെസ്സേജ് ഈസ് ദ ഇൻഫർമേഷൻ ഓർ ദ ഡാറ്റ വിച്ച് ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അയക്കേണ്ടുന്ന യൂണിറ്റ് ഓഫ് ഡാറ്റയ്ക്കാണ് മെസ്സേജ് എന്ന് പറയുന്നത്. പോപ്പുലർ ഫോംസ് ഓഫ് മെസ്സേജസ് ഓർ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, നമ്പർ, പിക്ചർ, ഓഡിയോ, വീഡിയോ. ഈ പറയുന്ന 5 ഇനത്തിലുള്ള മെസ്സേജസും നമുക്ക് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അയക്കാനൊക്കും. Now, who is a receiver or who is a sender? Who is a sender? The sender is the device that sends the data message. നമ്മൾ കണ്ട ഡാറ്റ മെസ്സേജ് ആരാണ് അയക്കുന്നത്? സെൻഡർ. ആരാണോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം മെസ്സേജസ് അയക്കുന്നത് അയാളെയാണ് സെൻഡർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എ കമ്പ്യൂട്ടർ, ഇറ്റ് ക്യാൻ ബി എ വർക്ക് സ്റ്റേഷൻ. കുറച്ചുകൂടെ കൂടിയ ഇനം കമ്പ്യൂട്ടറുകളെയാണ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്, കോൺഫിഗറേഷനിൽ വലുത്. ഇറ്റ് ക്യാൻ ബി എ ടെലഫോൺ ഹാൻഡ്സെറ്റ്, ഇറ്റ് ക്യാൻ ബി എ വീഡിയോ ക്യാമറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് തരം ഡിവൈസും ഒരു ഡാറ്റയെ അയക്കാൻ പ്രാപ്തമാണോ അതിനെ നമുക്ക് സെൻഡർ എന്ന് വിളിക്കാം. Now, who is the receiver? The receiver is the device that receives the message. ഏത് ഡിവൈസ് ആണോ അയക്കുന്ന ഡാറ്റയെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റാൻ കഴിവുള്ളത് അതിനെ റിസീവർ എന്ന് വിളിക്കും. ഇറ്റ് ക്യാൻ ബി എ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ വർക്ക് സ്റ്റേഷൻ, ടെലഫോൺ, ഹാൻഡ്സെറ്റ്, ടെലിവിഷൻ ഓർ സോ ഓൺ. ഓക്കെ, ഇപ്പം മോഡേൺ ഡേയിൽ ടെലിവിഷനിൽ പോലും നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം, ഇൻ്റർനെറ്റ് ഡാറ്റ ഉൾപ്പെടെയുള്ളത് റിസീവ് ചെയ്യാം. അപ്പം ഈ പറയുന്നതെല്ലാം റിസീവേഴ്സാണ്, ഡാറ്റ റിസീവ് ചെയ്യാൻ കഴിവുള്ള ഡിവൈസസ് ആണ്. അപ്പോൾ സെൻഡർ, റിസീവർ ആൻഡ് മെസ്സേജ് 3 എണ്ണമായി. ഇനി വളരെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ മീഡിയ, വിച്ച് ഈസ് ആൻ എസെൻഷ്യൽ വൺ ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. The transmission media is the physical path by which a message travels from sender to receiver. ഏത് പാത്തിലൂടാണ്, ഏത് വഴിയിൽ കൂടിയാണ്, ഏത് മാർഗത്തിൽ കൂടിയാണ് സെൻഡർ റിസീവറിലേക്ക് ഡാറ്റ എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ട്രാൻസ്മിഷൻ മീഡിയ. മറ്റൊരു പേര് ഫിസിക്കൽ മീഡിയ, മറ്റൊരു പേര് ഫിസിക്കൽ ലിങ്ക്, മറ്റൊരു പേര് ട്രാൻസ്മിഷൻ ലിങ്ക്. ഇങ്ങനെ 4 വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്ന ചാനലാണ് എന്ത്? ട്രാൻസ്മിഷൻ മീഡിയ. ദിസ് ഈസ് ദ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ്. മെസ്സേജിന് റിസീവറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയ വേണം. അത് വയേർഡ് ആകാം അല്ലെങ്കിൽ വയർലെസ് ആകാം. വയർലെസ് ആണെങ്കിൽ മിക്കവാറും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അത് അടുത്ത സെൻറ്റൻസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സം എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ ഇൻക്ലൂഡ് ട്വിസ്റ്റഡ് പയർ കേബിൾ. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു PVC പൈപ്പിൻ്റെ കളറിലുള്ള കേബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. യഥേഷ്ടം കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാൻ. അതിനെ ട്വിസ്റ്റഡ് പയർ കേബിൾ എന്ന് പറയും. കൊയാക്സിയൽ കേബിൾ, നിങ്ങൾ ടെലിവിഷൻ്റെ കേബിൾസ് വീട്ടിൽ വരുന്നത് കാണാം. അതിൻ്റെ മറ്റൊരു മോഡിഫൈഡ് രൂപം കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും. നമ്മളുടെ കേരളത്തിൽ അത്രയും സുഗമമായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ടെലിവിഷന് ഉപയോഗിക്കുന്ന അതേ കൊയാക്സിയൽ കേബിള് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രഡേഷനിൽ നമുക്ക് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കാം. അതാണ് കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. ഫൈബർ ഒപ്റ്റിക് കേബിൾ, നിങ്ങൾക്കറിയാം
പിന്നെ നമ്മളുടെ റോഡിലൂടെ എല്ലാം OFC എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ സർവേ കല്ല് പോലുള്ള കുറ്റികളുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ കേബിൾസ് പോകുന്നുണ്ട്. അതെല്ലാം OFC കേബിളാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ചേർത്തലയിൽ ആലപ്പുഴയിലേക്ക് OFC ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിലൂടെ എല്ലാം ഡാറ്റ പോവുകയാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന്. ഓക്കെ, പിന്നെ അൺഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് ആകാം, സാറ്റലൈറ്റ് വേവ്സ് ആകാം, മൈക്രോവേവ് ആകാം, ഇൻഫ്രാറെഡ് വേവ്സ് ആകാം. ഈ 4 പ്രധാനപ്പെട്ട വേവ്സ് എല്ലാം തന്നെ ഡാറ്റയെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന വേവ്സ് ആണ്. അങ്ങനെ ഗൈഡഡ് ഓർ അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ ഈസ് എസെൻഷ്യൽ കമ്പോണൻറ്റ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, പ്രോട്ടോകോൾ. ആ ഡയഗ്രാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഈ സെൻഡറും റിസീവറും തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് വെറുതെ അങ്ങ് നടക്കാൻ ഒക്കുമോ? അല്ല. കുറച്ച് ഡാറ്റയുണ്ട്, എപ്പോഴെങ്കിലും ഡാറ്റ റെഡി ആകുമ്പോൾ ട്രാൻസ്മിഷൻ ചാനലിലൂടെ വിട്ടാൽ ഡെസ്റ്റിനേഷനിലൊന്നും എത്തിച്ചേരത്തില്ല. വളരെ സിസ്റ്റമാറ്റിക്കും വളരെ ട്യൂൺ ചെയ്തും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഗവേൺ ചെയ്യാനായിട്ട് സെൻഡിങ് സൈഡിലും റിസീവിങ് സൈഡിലും ഒരു കൂട്ടം റൂൾസ് ഇരിപ്പുണ്ട്. ഓക്കെ, മിക്കവാറും ആ റൂൾസുകൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ രൂപത്തിലേക്ക് മാറ്റി ആ പ്രോഗ്രാംസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇരുന്നാണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനെ നിയന്ത്രിക്കുന്നത്. ആ റൂൾസിനെ പറയുന്ന പേരാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്. 2 കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ഈ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചാണ് ഈ കമ്മ്യൂണിക്കേഷൻ സുഗമമാകുന്നത്. ഇപ്പോൾ സെൻറ്ററിലെ പ്രോട്ടോകോള് ഡെസ്റ്റിനേഷനിലെ പ്രോട്ടോകോളുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ മെസ്സേജസ് അവിടെ എത്തുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അത്ര ഓർത്തിരിക്കുക. വിത്തൗട്ട് എ പ്രോട്ടോകോൾ 2 ഡിവൈസസ് മേ ബി കണക്റ്റഡ്. പ്രോട്ടോകോൾ ഇല്ലെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ ട്രാൻസ്മിഷൻ മീഡിയ ഒക്കെ ഉണ്ട്. ബട്ട് നോട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ അവിടെ നിയന്ത്രിക്കാനുള്ള പ്രോട്ടോകോൾസ് കമ്പൽസറിയാണ്. ജസ്റ്റ് ആസ് എ പേഴ്സൺ സ്പീക്കിംഗ് ഫ്രഞ്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ എ പേഴ്സൺ ഹൂ സ്പീക്സ് ഓൺലി ജാപ്പനീസ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പേഴ്സൺ ഫ്രഞ്ച് മാത്രം അറിയാവുന്ന ആൾ ജാപ്പനീസുകാരനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. പക്ഷെ ഒരു മീഡിയേറ്റർ വേണമല്ലോ. ഓക്കെ, ഈ മീഡിയേറ്ററുടെ റോള് ചെയ്യുന്ന ഒരു ജോലിയാണ് പ്രോട്ടോകോൾസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ചിൽ സംസാരിക്കുന്ന ആളും ജാപ്പനീസ് സംസാരിക്കുന്ന ആളും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് നടന്നു പോകും. കുറച്ച് കാര്യങ്ങൾ ഇയാൾ സംസാരിക്കും, ഈ ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ആക്കി മാറ്റി ഇംഗ്ലീഷിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് 2 പേർക്കും അറിയാം. ഇംഗ്ലീഷ് അവർക്ക് അറിയാൻ ഒക്കത്തില്ല. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളിന് ഒരാൾക്ക് ഫ്രഞ്ചും ഒരാൾക്ക് ജാപ്പനീസും അറിയാവും. ഈ ഇൻ്റർമീഡിയറി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് 2 ലാംഗ്വേജും അറിയാം. ഇംഗ്ലീഷ് എന്നല്ല ഉദ്ദേശിച്ചാൽ ഫ്രഞ്ചും അറിയാം ജാപ്പനീസും അറിയാം. ഫ്രഞ്ചിൽ പറയുമ്പം ഫ്രഞ്ചിൻ്റെ മീനിങ് മനസ്സിലാക്കി അത് ജാപ്പനീസ് ഭാഷയിലേക്ക് മാറ്റി ജാപ്പനീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ജാപ്പനീസുകാരൻ അത് മനസ്സിലാക്കിയിട്ട് റിപ്ലൈ ജാപ്പനീസിൽ കൊടുക്കുന്നു. ഈ ജാപ്പനീസ് ഈ ഇൻ്റർപ്രിറ്റർ മനസ്സിലാക്കി എടുത്തിട്ട് അയാൾ ഫ്രഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രഞ്ചുകാരനോട് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ജോലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രോട്ടോകോള് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 5 കമ്പോണൻസ് കമ്പൽസറി ആയിട്ട് വേണ്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ മാത്രമേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. ഓക്കെ.